എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും നയരൂപകർത്താക്കളും ശീതീകരിച്ച മുറികളിലിരുന്ന് വെറുതെ കളി ആസ്വദിക്കുകയാണെന്നും ടീമിന്റെ തോൽവികൾ അവരെ യാതൊരു തരത്തിലും ബാധിക്കാറില്ലെന്നും നിങ്ങൾ എപ്പോഴെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ ആ ധാരണ എന്നേക്കുമായി തിരുത്തിക്കുറിക്കാൻ സമയമായിരിക്കുന്നു. കാരണം കോച്ചും ക്യാപ്റ്റനും മൈതാനത്ത് സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനങ്ങൾ എടുക്കുകയും അവരുടെ തെറ്റായ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ലെന്നും വിശ്വസിക്കുന്നവർക്ക് മുന്നിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഇടനാഴികളിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്നത് രക്തം മരവിപ്പിക്കുന്നതും സകലരെയും ഞെട്ടിക്കുന്നതുമായ ഒരു കൊടുങ്കാറ്റിന്റെ വാർത്തയാണ്. ലോകത്തിലെ ഏറ്റവും സമ്പന്നവും കരുത്തുറ്റതുമായ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇംഗ്ലണ്ടിനെ പോലൊരു ടീമിന് മുന്നിൽ മുട്ടുകുത്തുകയും 5 മത്സരങ്ങളുടെ T20 പരമ്പര 4-0 എന്ന ദയനീയമായ സ്കോറിന് അടിയറവ് പറയുകയും ചെയ്തപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട ഈ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം ഇംഗ്ലണ്ടല്ല, മറിച്ച് സാക്ഷാൽ ഇന്ത്യ തന്നെയാണ്. ICC ചെയർമാനും ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും ശക്തനായ മനുഷ്യനുമായ ജയ്ഷായുടെ രോഷം ഇപ്പോൾ അതിരുകൾ ഭേദിച്ച് കത്തിപ്പടരുകയാണ്. ഈ നാണം കെട്ട പരമ്പര തോൽവിക്ക് ശേഷം ടീമിന്റെ മുഖ്യ പരിശീലകനായ ഗൗതം ഗംഭീറിനെ അദ്ദേഹം നിഷ്കരുണം ചോദ്യം ചെയ്യുകയും പരസ്യമായി തന്നെ രൂക്ഷമായ ഭാഷയിൽ ശാസിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ ശാസനയുടെ ആഴവും 15-കാരനായ നമ്മുടെ അത്ഭുത ബാലൻ വൈഭവ് സൂര്യവംശിയെ പ്ലേയിംഗ് 11-ൽ നിന്ന് പുറത്താക്കിയതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകളും മുഴുവൻ ക്രിക്കറ്റ് ലോകത്തിന്റെയും അടിത്തറ ഇളക്കിയിരിക്കുന്നു. ഈ വിവാദത്തിന്റെ മുഴുവൻ വ്യാപ്തിയും ജയ്ഷായുടെ ഭയാനകമായ കോപവും ഗൗതം ഗംഭീറിന്റെ നിസ്സഹായാവസ്ഥയും മനസ്സിലാക്കണമെങ്കിൽ 2026-ലെ ആ ഇംഗ്ലണ്ട് പര്യടനത്തിന്റെ വേദന ഓരോ അണുവിലും നിങ്ങൾ അനുഭവിക്കണം. കാരണം അതൊരു പര്യടനമായിരുന്നില്ല, മറിച്ച് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണരാൻ കഴിയാത്തത്ര ഭയാനകമായ ഒരു ദുസ്വപ്നമായിരുന്നു. ആദ്യ മത്സരം മഴ കൊണ്ടുപോയപ്പോൾ തുടർച്ചയായ 3 മത്സരങ്ങളിൽ പരാജയം ഏറ്റുവാങ്ങി ഒടുവിൽ 5ാമത്തെയും അവസാനത്തെയും പോരാട്ടത്തിൽ 258 റൺസ് എന്ന പടുകൂറ്റൻ ലക്ഷ്യത്തിനു മുന്നിൽ പകച്ചുനിന്ന ഇന്ത്യൻ ടീം 56 റൺസിന്റെ ദയനീയ പരാജയം ഏറ്റുവാങ്ങിയത് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളിലൊന്നായി മാറിക്കഴിഞ്ഞു. IPL-ലെ വമ്പൻ താരങ്ങളായ സഞ്ജു സാംസൺ, നായകൻ ശ്രേയസ് അയ്യർ, ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ എന്നിവരെല്ലാം ഇംഗ്ലീഷ് ബൌളർമാരുടെ തീപ്പൊരി പന്തുകൾക്ക് മുന്നിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞ കാഴ്ച ഹൃദയഭേദകമായിരുന്നു. പ്രിൻസ് യാദവ് തന്റെ 4 ഓവറിൽ 60 റൺസും അക്സർ പട്ടേൽ 4 ഓവറിൽ 63 റൺസും വഴങ്ങിയപ്പോൾ ഇന്ത്യൻ ബൌളിംഗ് നിരയുടെ നട്ടെല്ലൊടിഞ്ഞു. എന്നാൽ ഈ തോൽവിയേക്കാൾ ഉപരി രാജ്യത്തിന്റെയും മാനേജ്മെന്റിന്റെയും രക്തം തിളപ്പിച്ചത് മറ്റൊന്നായിരുന്നു. കേവലം 15 വയസ്സ് മാത്രം പ്രായമുള്ള ആ യുവസിംഹം വൈഭവ് സൂര്യവംശിയെ ഈ നിർണായക പോരാട്ടത്തിൽ മനഃപൂർവ്വം ടീമിൽ നിന്ന് പുറത്താക്കി റിസർവ് ബെഞ്ചിലിരുത്തിയ ആ ക്രൂരമായ തീരുമാനമായിരുന്നു അത്. ഇന്ത്യ പരമ്പര അടിയറവ് പറഞ്ഞ നിമിഷം ക്രിക്കറ്റ് ലോകത്ത് പടർന്ന ഭയാനകമായ നിശബ്ദത ഒരു വലിയ കൊടുങ്കാറ്റിന് മുന്നോടിയായിരുന്നു. മത്സരം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം സൗത്താംപ്ടണിലുള്ള ഇന്ത്യൻ ടീം മാനേജ്മെന്റുമായി നേരിട്ട് ബന്ധപ്പെടുകയും ഫോൺ കോളിലൂടെ ഗംഭീറിനു മേൽ തന്റെ കോപത്തിന്റെ അഗ്നിപർവ്വതം തുറന്നുവിടുകയും ചെയ്തു. ഇന്നലെ വരെ കളിക്കളത്തിൽ സ്വന്തം കളിക്കാരോട് ക്ഷോഭിച്ചിരുന്ന ഗംഭീറിന് ജയ്ഷായുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടി. അതീവ പരുഷമായ ഭാഷയിൽ ജയ്ഷാ ചോദിച്ചത് ഇംഗ്ലണ്ടിൽ നടന്ന ഈ നാടകം രാജ്യത്തിന് മുഴുവൻ അപമാനികരമാണെന്നും നമ്മുടെ ടീമിനെ അവിടെ അയച്ചത് ഇംഗ്ലണ്ടിനു മുന്നിൽ ഇങ്ങനെ കീഴടങ്ങാനല്ല, മറിച്ച് പോരാടി ജയിക്കാനാണെന്നുമാണ്. ഗൗതം നൽകിയ തന്ത്രങ്ങളും മാനസികാവസ്ഥയും പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും ഒരു T20 മത്സരത്തിൽ 257 റൺസ് വഴങ്ങുകയും യാതൊരു ചെറുത്തുനിൽപ്പുമില്ലാതെ തോൽവി സമ്മതിക്കുകയും ചെയ്യുമ്പോൾ നാം ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് ചിന്തിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഈ തോൽവി കളിക്കാരുടെ സാങ്കേതിക പിഴവല്ല, മറിച്ച് ഗംഭീറിന്റെ ഈഗോയിൽ നിന്നുണ്ടായ തീരുമാനങ്ങളുടെ ബാക്കി പത്രമാണെന്ന് ജയ്ഷാ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. യുവപ്രതിഭകളെ എക്കാലവും പിന്തുണച്ചിട്ടുള്ള ജയ്ഷായെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത് വൈഭവ് സൂര്യവംശിക്കേറ്റ അപമാനമാണ്. IPL-ൽ ജോഫ്ര ആർച്ചറെ പോലുള്ള അപകടകാരികളായ ബൌളർമാരുടെ വേഗതയെപ്പോലും വകവയ്ക്കാതെ പടുകൂറ്റൻ സിക്സറുകൾ പറത്തിയ ആ 15-കാരനായ മാച്ച് വിന്നറിനെ എന്തിനാണ് അവസാന മത്സരത്തിൽ പുറത്തിരുത്തിയതെന്ന് അദ്ദേഹം രോഷത്തോടെ ചോദിച്ചു. ആ കുട്ടിയെ ഇംഗ്ലണ്ട് ചുറ്റി കാണിക്കാനും കളിക്കാർക്ക് വെള്ളം ചുമക്കാനുമാണോ കൊണ്ടുപോയതെന്നും മുൻ മത്സരത്തിൽ അവനെ ഔട്ടാക്കിയ പന്ത് വ്യക്തമായും ഒരു നോ ബോൾ ആയിരുന്നിട്ടും അവനോട് കാണിച്ച അനീതിക്കെതിരെ അവന് പിന്തുണ നൽകുന്നതിനു പകരം അവനെ ടീമിൽ നിന്ന് പുറത്താക്കുകയാണോ ഒരു കോച്ച് ചെയ്യേണ്ടതെന്നും അദ്ദേഹം ചോദിച്ചപ്പോൾ അത് ഗംഭീറിന്റെ കോച്ചിംഗ് ശൈലിക്കുമേലുള്ള നേരിട്ടുള്ള പ്രഹരമായിരുന്നു. പഴയ ചിന്താഗതികൾ വെച്ച് ഇന്നത്തെ T20 ക്രിക്കറ്റ് കളിക്കാനാവില്ല. ആദ്യ ബോൾ മുതൽ എതിരാളികളെ ആക്രമിക്കുന്ന ഭയം എന്തെന്നറിയാത്ത കളിക്കാരാണ് ഇന്ന് ആവശ്യം. വൈഭവിനുള്ള ആ സിംഹത്തിന്റെ ധൈര്യത്തെ നാം പ്രയോജനപ്പെടുത്തണമായിരുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മുൻനിര ബാറ്റർമാർ റണ്ണെടുക്കാൻ പാടുപെടുമ്പോൾ ആ 15-കാരൻ പുറത്തിരുന്ന് കരയുകയായിരുന്നു. ഒറ്റയ്ക്ക് മത്സരത്തിന്റെ ഗതി മാറ്റാൻ കഴിയുന്ന ആ പ്രതിഭയുടെ ആത്മവിശ്വാസം തകർക്കുന്ന വലിയ തെറ്റാണ് ഗംഭീർ ചെയ്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഫോമിലുള്ള കളിക്കാരെ കളിപ്പിക്കാതെ ഈ മോശം രാഷ്ട്രീയം തുടർന്നാൽ ഒരു കാലതാമസവുമില്ലാതെ ഗംഭീറിനെ മുഖ്യ പരിശീലക സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്നും T20-യുടെ മുഴുവൻ ചുമതലയും രോഹിത് ശർമ്മയെയോ MS ധോണിയെയോ പോലുള്ള പരിചയസമ്പന്നരായ കൈകളിൽ ഏൽപ്പിക്കുമെന്നും ജയ്ഷാ മുന്നറിയിപ്പ് നൽകി. ജയ്ഷാ തന്റെ വിമർശനം ഗംഭീറിൽ മാത്രം ഒതുക്കിയില്ല. നായകൻ ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിയെയും മോശം ഫോമിനെയും അദ്ദേഹം നിശിതമായി വിമർശിച്ചു. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ മുന്നിൽ നിന്ന് നയിക്കേണ്ട സമയത്ത് അയ്യരുടെ ബാറ്റ് നിശബ്ദമായിരുന്നു. സീനിയർ താരങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ലെങ്കിൽ യുവതാരങ്ങളിൽ സമ്മർദ്ദമുണ്ടാകുന്നത് സ്വാഭാവികമാണെന്നും കഴിച്ചു. വൈഭവ് സൂര്യവംശി എന്ന
തന്റെ കൈവശമുള്ള ഏറ്റവും മൂർച്ചയുള്ള ആയുധത്തെ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു ക്യാപ്റ്റൻ പരാജയമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജയ്ഷായുടെ ഈ രോഷം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇനി ഇത്തരം അലംഭാവങ്ങൾ വെച്ചുപൊറുപ്പില്ലെന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. 15-കാരനായ വൈഭവ് സൂര്യവംശി തന്റെ കഴിവുമുണ്ട് രാജ്യത്തിന്റെ മുഴുവൻ ഹൃദയം കവർന്നപ്പോൾ മാനേജ്മെന്റ് അവനെ പുറത്തിരുത്തിയത് അവനോട് മാത്രമല്ല, ഇത്തരമൊരു അപൂർവ രത്നത്തെ കണ്ടെത്തി ടീമിലെത്തിച്ച മുഴുവൻ സിസ്റ്റത്തോടുമുള്ള വെല്ലുവിളിയാണെന്നും പേര് നോക്കിയല്ല കളിക്കാരുടെ ഫോമും പ്രകടനവും നോക്കിയാണ് പ്ലേയിംഗ് 11-ൽ ഇടം നൽകേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് വിദഗ്ധർ ഇതിനകം തന്നെ ഗംഭീറിന്റെ ഈ തീരുമാനത്തെ ചോദ്യം ചെയ്തിരുന്നു. ടീം ഒരു വ്യക്തിയേക്കാൾ വലുതാണെന്ന് എപ്പോഴും പറയുന്ന ഗംഭീറിന് ഏറ്റവും മികച്ച 11 പേർ കളത്തിൽ ഇറങ്ങുമ്പോഴേ ടീം വിജയിക്കൂവെന്ന് ജയ്ഷ മനസ്സിലാക്കിക്കൊടുത്തു. ഈ ഭയാനകമായ ശാസനയ്ക്ക് ശേഷം ടീം മാനേജ്മെന്റിൽ വലിയൊരു ഭൂകമ്പം തന്നെ സംഭവിച്ചിരിക്കുന്നു. ഗംഭീർ തന്റെ തെറ്റ് അംഗീകരിച്ചുവെന്നും ഇനി ഒരിക്കലും ഇത്തരം തന്ത്രപരമായ പിഴവുകൾ ആവർത്തിക്കില്ലെന്ന് വാഗ്ദാനം ചെയ്തുവെന്നുമാണ് സൂചനകൾ. ഈ 4-0 പരാജയം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അഹങ്കാരത്തെ തച്ചുടച്ചിരിക്കുന്നു. വരും നാളുകളിൽ ഈ പരാജയം കളിക്കാരുടെ ഉറക്കം കെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഇന്ത്യയുടെ അടുത്ത മത്സരം നടക്കുമ്പോൾ ആ 15-കാരനായ വിശക്കുന്ന സിംഹം പ്ലേയിംഗ് 11-ൽ ഒന്നാമനായി തന്നെ ഉണ്ടാകുമെന്നത് കല്ലിൽ കൊത്തിയ സത്യമായി മാറിക്കഴിഞ്ഞു. അവനെ ബന്ധിച്ചിരുന്ന കൂടിന്റെ പൂട്ട് ജയ്ഷായുടെ വാക്കുകളിലൂടെ തകർന്നിരിക്കുന്നു. അവൻ ഇനി കളത്തിലിറങ്ങുമ്പോൾ തന്റെ കണ്ണുനീരിനും പുറത്തിരിക്കേണ്ടി വന്ന വേദനയ്ക്കും ടീമിന്റെ നാണം കെട്ട തോൽവിക്കും ഓരോന്നായി വളരെ ക്രൂരമായി തന്നെ പകരം ചോദിക്കുമെന്നതിൽ സംശയമില്ല. ലോകത്തിലെ ഓരോ ബൌളറും ആ കൊടുങ്കാറ്റിനെ നേരിടാൻ ഇനി തയ്യാറെടുക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി യുവാക്കളുടെ ചുമടിലാണെങ്കിലും അതിന് സീനിയർ താരങ്ങളുടെ ശരിയായ മാർഗദർശനവും രോഹിതിനെയും കോഹ്ലിയെയും പോലുള്ളവരുടെ ചിന്താഗതിയും ആവശ്യമാണെന്ന് ജയ്ഷ വ്യക്തമാക്കിയിരിക്കുന്നു. സഞ്ജു സാംസണും ഇഷാൻ കിഷനുമൊക്കെ തങ്ങളുടെ പ്രകടനത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. റൺസിനായുള്ള ദാഹവും വിജയത്തോടുള്ള അഭിനിവേശവുമുള്ള ആ 15-കാരൻ ഇനി ഒന്നിനും മുന്നിൽ നിൽക്കില്ല. അവൻ ഇന്ത്യയെ വലിയ ഉയരങ്ങളിലെത്തിക്കും. ഗൗതം ഗംഭീറിനെ ശാസിച്ചതും വൈഭവ് സൂര്യവംശിയെ പിന്തുണച്ചതുമായ ജയ്ഷയുടെ നടപടി പൂർണ്ണമായും ശരിയാണെന്നും ഈ നാണം കെട്ട തോൽവിക്ക് കാരണം വൈഭവിനെ പുറത്തിരുത്തതും മോശം ബൌളിംഗുമാണെന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ സത്യസന്ധവും വ്യക്തമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം നിങ്ങളുടെ ശബ്ദം ഞങ്ങൾക്ക് വളരെ പ്രധാനമാണ്. ഈ ദുഷ്കര സമയത്ത് വൈഭവ് സൂര്യവംശി പോലുള്ള യുവപ്രതിഭകളെ പിന്തുണയ്ക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ രക്തം മരവിപ്പിക്കുന്ന ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കും ബോർഡിനുള്ളിലെ അണിയറ നാടകങ്ങൾക്കും കളിക്കാരുടെ കേൾക്കാത്ത കഥകൾക്കും കൃത്യമായ മാച്ച് അനാലിസിസുകൾക്കും ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുക. അതുവഴി ഒരു സുപ്രധാന വാർത്ത പോലും നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകില്ല. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് ക്രിക്കറ്റിനോടുള്ള നിങ്ങളുടെ ഈ യഥാർത്ഥവും തീവ്രവുമായ അഭിനിവേശം എക്കാലവും നിലനിർത്തുക.